പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസാഫ് സലീം സക്കറിയ. ഞാനിപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അതാകാൻ വേണ്ടിയിട്ട് എനിക്ക് 2 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. 20,000 സബ്സ്ക്രൈബ് ആവേണ്ടി വന്നു. ഇത്രയൊക്കൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം. 1000 സബും 4000 മണിക്കൂർ വാച്ച് അവർ മതി. ഞാൻ 2 വർഷം മുമ്പ് തുടക്കത്തിൽ ചാനൽ തുടങ്ങിയപ്പോൾ പബ്ലിക് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ബാംഗ്ലൂർ നിമാൻസിൻ്റെ സത്യസായി ആശുപത്രിൻ്റെ എന്തോ അന്നൊന്നും വേണ്ടത്ര റീച്ച് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആ വീഡിയോസ് ഒന്നും 10-15-20 മിനിറ്റിലെ വീഡിയോസൊന്നും അധികം ഓടിയില്ല. തുടക്കക്കാരനായതുകൊണ്ടായിരിക്കും. പിന്നീട് ഞാൻ ഷോർട്സിലേക്ക് തിരിഞ്ഞു. ഞാൻ എൻ്റെ വൈഫും സുഹൃത്തുക്കളൊക്കെ കൂടി കോമഡി കണ്ടന്റ് അത് മില്യൺ ലക്ഷങ്ങളൊക്കെ അങ്ങനെ കണ്ടു വരുന്നുണ്ട്. അങ്ങനെ സബ്ബൊക്കെ വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയത് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നുള്ള ഷമീർ ഭായിയാണ്. അദ്ദേഹത്തിൻ്റെ 1,20,000 സബ്സ്ക്രൈബ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ നമ്മുടെ ഷിജോ പി എബ്രഹാം 2.5 ലക്ഷത്തോളം സബുണ്ട്. പിന്നെ നമ്മുടെ AVS യൂട്യൂബ് ടിപ്സ്, ഇവരൊക്കെ വീഡിയോസ് ഞാൻ പതിവായിട്ട് കാണാറ്. കാരണം ഇവർ 3 പേരും നമ്മൾ തുടക്കക്കാരെ നമുക്ക് യൂട്യൂബിൻ്റെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൻ്റെ അറിയില്ല. യൂട്യൂബിന് ഒരുപാട് പോളിസി കാര്യങ്ങൾ, ക്രൈറ്റീരിയ, സംഭവങ്ങൾ, ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ 3 പേരും ഞാൻ കാണുന്നതിൽ പരിചയപ്പെട്ട ഇവരൊക്കെ തെറ്റില്ലാത്ത അപ്ഡേറ്റാണ് നമുക്കൊക്കെ തരിക. അപ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോരുമ്പോൾ ഒരു 10,000 സബിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഒരിക്കൽ ഞാൻ പിന്നെ ഷമീർ യൂട്യൂബേഴ്സ് കോർണർ മലയാളം അദ്ദേഹത്തിൻ്റെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളെ വാട്സപ്പ് നമ്പർ ഒന്ന് വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വാട്സപ്പ് നമ്പർ തന്നു. അതിനുശേഷം ഈ യൂട്യൂബ് സംബന്ധമായ, ഫേസ്ബുക്ക് സംബന്ധമായ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എനിക്ക് വോയിസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വാട്സപ്പിൽ എനിക്ക് റിപ്ലൈ തരും. അങ്ങനെ 3-4 പേരെ ഞാൻ ഈ ചാനൽ മോണിറ്റൈസേഷന് അവരുടേതാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ചാനലിൽ വരുന്ന റിസീവ്ഡ് കണ്ടന്റ് പ്രോബ്ലം, അങ്ങനെ പല പ്രോബ്ലങ്ങൾ യൂട്യൂബിൽ വരുന്നത് കംപ്ലീറ്റ് ഞാൻ ഷമീർ ഭായിയാണ് ഏൽപ്പിക്കാറ് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കും, അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെടും, അവരൊക്കെ ഓക്കെയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഇപ്പോൾ അടുത്ത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനായി അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻകം ഏണിങ് നേടാൻ പറ്റി തെറ്റില്ലാത്ത രീതിയിൽ. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വാട്സപ്പിൽ കൂടി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഫീസുണ്ട്. അത് അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഫീസും കാര്യങ്ങളൊക്കെ, അവർക്ക് അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് പേര് അവർക്ക് പിന്നെ മെമ്പർഷിപ്പ് കാര്യങ്ങളില്ലതാണ്, ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഡെയിലി കൊടുക്കുന്ന സംശയങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുക, അവരുടെ ജോലിക്ക് പോവുക, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, യൂട്യൂബിൻ്റെ അപ്ഡേറ്റുകൾ സംസാരിക്കുക, അവർക്കും ടൈം വേണമല്ലോ. അപ്പോൾ അദ്ദേഹം ഞാൻ ഇതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഒരു കൊല്ലം മുമ്പ് എനിക്ക് വാച്ച് അവർ വരുന്നില്ല, അപ്പോൾ ഈ വാച്ച് ടൈം 4 മണിക്കൂർ കിട്ടാൻ ഷമീർ ഭായി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഈ ബ്ലോഗ് കാര്യങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ച ചാനലിൽ, അപ്പം നിങ്ങൾക്ക് വാച്ച് അവർ അങ്ങനെ തന്നെ നേടിയെടുക്കാമല്ലോ. നിങ്ങളൊരു 4-5 വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ആവുമല്ലോ, 400, 300, 500 മണിക്കൂറൊക്കെ ഒരു വീഡിയോ ഒക്കെ കിട്ടണോ. ക്യാഷ് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ ഇപ്പോൾ അത് എടുക്കുന്നില്ല. ഞാൻ എടുത്തിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് എനിക്ക് ഒരുപാട് തിരക്കാണ്, രണ്ടാമത് പിന്നെ അത് വേറെ ആൾക്ക് ഞാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. അവരാണ് ചെയ്യുന്നത്, ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നത്, എൻ്റെ റിസ്കിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം അന്ന് സംസാരിച്ച വ്യക്തമായിട്ട് എനിക്കിപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയില്ല. അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടാണ് ഞാൻ ഈ വാച്ച് അവർ കൊടുത്തിട്ട് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ഫേസ്ബുക്കിൽ കൂടി ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവാണ്. അതിൽ 20,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതുപോലെ പരിപാടികളൊക്കെ അതിലിടുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ട്. 1,500 രൂപ 2,500 രൂപ കൊടുത്താൽ യൂട്യൂബ് ചാനൽ 4,000 വാച്ച് അവർ, 1000 സബ്, 15 ദിവസം 10 ദിവസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ, അതിൽ കൂടി അത് നേടുന്നുണ്ട്. അതിൽ കൂടി അവർ വീണ്ടും പിന്നീട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് നേടാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്കൊരു തോന്നൽ. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് കാര്യങ്ങൾ അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 2 വർഷമായിട്ടുള്ള ഞാൻ യൂട്യൂബിൽ തുടക്കക്കാരനാണ്, പഠിച്ച് വരികയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തിലാണ്. എല്ലാവരും ഇനി എന്നെ, എൻ്റെ ഭാര്യനെ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വൈഫ് കൂടെ അല്ലാത്ത മെഡിക്കൽ കോളേജിലാണ്, മോളെ കുട്ടി അവിടെയാണ്, 2.5 വർഷത്തോളമായി. അപ്പോൾ എന്നായിട്ട് ബന്ധമല്ല, എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഉള്ളത് കൊടുവള്ളിയിലാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബേഴ്സ് കോർണർ മലയാളം, പിന്നെ AVS യൂട്യൂബ് ടിപ്സ്, പിന്നെ ഷിജോ പി എബ്രഹാം, ഇവർ 3 പേരുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അതിലെ നമുക്ക് പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ഞാനതിൽ ഉൾക്കൊണ്ടിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈ വാച്ച് അവർ സംബന്ധമായ ഒരു പ്രോബ്ലം സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഇവർ തമ്മിൽ തന്നെയാണ്, ഇവരുടെ ഒരു വീഡിയോയിൽ വാച്ച് അവർ വാങ്ങാൻ പാടില്ല, വാങ്ങണം, അങ്ങനെ ഒരു തർക്കം. അതായത് തുറന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ AVS യൂട്യൂബ് ടിപ്സും
നമ്മുടെ ഷമീർ ഭായ് യൂട്യൂബർ കോർണർ മലയാളം തമ്മിലുള്ള ചെറിയ. അപ്പോൾ എനിക്ക് അവരോട് പിന്നെ അവർ രണ്ടുപേരും ഇത് കാണുകയാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയവരും നിങ്ങളെ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ മൂന്ന് പേരെയും ഒരേപോലെ തന്നെയാണ്. നമ്മുടെ ഷിജോബി എബ്രഹാം അദ്ദേഹത്തിന് 2.5 ലക്ഷം ഫോളോവേഴ്സ് അല്ലത്, 70,000 പുറത്തുണ്ട്. നമ്മളെ AVS യൂട്യൂബ് ടിപ്സിന് 1,20,000 ഞാനിപ്പോൾ ചെയ്യിച്ച യൂട്യൂബേഴ്സ് കോർണർ മലയാളം. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൂടെ വരുന്ന നിങ്ങളെ ഫാമിലി മെമ്പേഴ്സായവർക്ക് എന്തെങ്കിലും അവർ ഏൽപ്പിച്ചിരുന്നൊരു ജോലിക്ക് തടസ്സം നേരിടുക അല്ലെങ്കിൽ വഴിയുക ചെയ്യുമ്പോൾ നിങ്ങളന്ന് വിട്ടുപോകുന്ന സമയത്ത് അപ്പുറത്തൊരാളെയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള നമ്മൾ ചെയ്യുക. നമുക്ക് ഇതാണല്ലോ ആവശ്യം. അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് അതിലെന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടാരും നിങ്ങളുടെ ചാനലിൽ പിന്നെ അങ്ങനെ പരസ്പരമായിട്ട് അതിങ്ങനെയാണ് സംഭവം, അതെങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ 3 പേർക്കും എല്ലാവർക്കും അറിയാം നിങ്ങൾ അത്ര സത്യസന്ധമായി അത്ര കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ചില ഇതൊക്കെ വരും. അത് സ്വാഭാവികമാണ്. എന്തായാലും ചെയ്യുന്നതിന് വെറുതെ ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു ചെറിയ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയാം, അതിൽ തെറ്റൊന്നുമില്ല. അത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ റിസീവ്ഡ് കണ്ടന്റ് പോലുള്ള പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ തിരിച്ച് നിങ്ങൾ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നുണ്ട്, അതും നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മളെ പോലുള്ള ആളുകളുടെ ഒരു ഭാഗ്യദോഷമായിട്ട് നമ്മൾ കരുതാറുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയാൻ കാരണം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വളരെ പെട്ടെന്ന് ഞാൻ ഇതിങ്ങനെ പിന്നെ ഷമീർ ഭായ് വാച്ച് അവറായി കൊടുക്കുന്ന അന്ന് തന്നെ എന്നോട് ഓൺലൈനിലുണ്ടോ, ഓക്കെ തുടങ്ങാം, ടക്ക് 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 അതൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ഫീസ് എത്ര ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ഫീസ് പറഞ്ഞു. ഇത് ചെയ്തതിന് ശേഷം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ചെറിയൊരു ഫീസാണ്, ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ 3-4 പേരെ പറഞ്ഞു കൊടുത്തു. അവർക്കും പിന്നെ അതുപോലെ നല്ല യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഷമീർ ഭായിനെ കൊണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി നടന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ അധികം ആളുകൾക്ക് അറിയില്ല. ഇങ്ങനെ ഫേസ്ബുക്കിലുള്ളവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, എല്ലാം ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ചാനൽ ഒരുപാട് സന്തോഷം, യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇനി നല്ല വീഡിയോസ് കാര്യങ്ങൾ ഇടണം. നിങ്ങളെ എല്ലാവരും സപ്പോർട്ടും വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും കമൻറ്റും കിട്ടുകയാണെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അതും ഇതെല്ലാം കൂടിയും കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു ചെയ്യുന്നതിന് ഒരു ചെറിയൊരു പ്രതിഫലം കിട്ടിയിട്ട് അങ്ങനെ കയറി വരികയാണെങ്കിൽ ആയുസ്സും ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ തെറ്റില്ലാത്തൊരു ചെയ്യുക, പൈസ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചെയ്യുന്നതിനൊരു കൂലിയെങ്കിലും കിട്ടും. ഏജ് കാര്യങ്ങളൊക്കെ ആയില്ല. അപ്പോൾ വേറെയുള്ള ജോലികൾക്കൊന്നും ഇപ്പോൾ നമുക്ക് തിരിയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഭയങ്കര മഴയുണ്ട്. ഇപ്പോൾ കൊടുവള്ളിയാണ്, മഴ ഇപ്പോൾ ലേശം ഒതുങ്ങിയിട്ടുള്ളൂ. ഇവിടെ പുഴയിൽ ഇവിടെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ പന്ത് കളിക്കുന്നത്. ആ ഗ്രൗണ്ടും വെള്ളത്തിൻ്റെ അവിടുത്തെ ടാങ്കൊക്കെ പുഴയിൽ വെള്ളം ഇങ്ങോട്ട് നിറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കയറി വരികയാണ്. ആ ഒരു ദൃശ്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. മനോഹരമായ ദൃശ്യമാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്. ഞാനിതൊന്ന് താത്തിക്കോട്ടെ, കാരണം ട്രൈപോഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. കൊടുവള്ളിയിലുള്ള ഒരു മനോഹരമായ ഒരു ചെറിയൊരു പുഴയാണ്. ഇവിടെ ആളുകൾ കുളിക്കുന്നത്. അതിലിവിടെ ഇപ്പോൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടതുണ്ടോ. ചെറിയൊരു പുഴയാണ്, ചെറു തോട് പോലെ പുഴ. അതുണ്ടോ, അത് ടാങ്കാണ് വെള്ളം നിൽക്കുന്നത്. വെള്ളം വീടുകളിലേക്ക് കുടിവെള്ളം എടുക്കുന്നത്. അങ്ങോട്ട് ഇപ്പോൾ മോട്ടർ അടിക്കാനൊക്കെ എങ്ങനെ പോവുക ഒന്നും അറിയില്ല. അതൊക്കെ മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. ഇതാണ്ടോ, ഇതാണ് സ്ഥിതി. മനോഹരമായ സ്ഥലമാണ്. നമ്മൾ നിൽക്കുന്ന തോട്ടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താമസിക്കാതെ ഇതുപോലെ ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഈ തോട്ടത്തിലോട്ടൊക്കെ വെള്ളം കയറി വന്ന് മേലെ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരും. ഇവിടെ കഴിഞ്ഞ മാസം കുറച്ച് മാസം മുമ്പ് 2-3 മാസം മുമ്പ് ഞാൻ വന്നപ്പോൾ ഒരു മലമ്പാമ്പ്, വലിയൊരു മലമ്പാമ്പിനെ അതിൻ്റെ ഫോറസ്റ്റ് അധികൃതരൊക്കെ വന്ന് കൊണ്ടുപോയി. കണ്ടോ, മരങ്ങളുടെയൊക്കെ മുകളിലെത്തി വെള്ളം. ഇത് ശരിക്കും ഇപ്പോൾ ഈ മരം നിൽക്കുന്നത്, ആ മരം നിൽക്കുന്നതൊക്കെ ശരിക്ക് പിന്നെ ഗ്രൗണ്ടാണ്. കുട്ടികൾ കഴിഞ്ഞ മാസം പോലും ഫുട്ബോൾ കളിച്ചിരുന്ന ഗ്രൗണ്ടാണ്. അതാണ് സ്ഥിതി. ചില സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രദേശത്തിൽ താമസിക്കുന്ന തൊട്ടടുത്തൊക്കെ വീടുണ്ടാണ്ടില്ലേ, വീട്ടുകാർ കുട്ടികളൊക്കെ ഈ ഭാഗത്തേക്ക് വരാതെ നിൽക്കുക, വളരെ ശ്രദ്ധിക്കുക. രാത്രി സമയങ്ങളിലൊക്കെ
മലവെള്ളപ്പാച്ചിലുണ്ടാകും, വെള്ളം കയറി വരും. കണ്ടോ, നേരെ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്കങ്ങനെ വീട്ടിലേക്ക് തിരിക്കാം. അടിപൊളിയല്ലേ സംഭവ സ്ഥലം. ഇതിപ്പോൾ ഒരു മഴ വെള്ളം ഒതുങ്ങിയതാ. ഇതുണ്ടോ, കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ ഇരുന്ന് കളി കാണുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അവിടെ ഒരു ബെഞ്ച് പോലെ കെട്ടിയ. ഓക്കെ, ഒരുപാട് സന്തോഷം, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ @സുലുവൺ എന്ന യൂട്യൂബ് ചാനലിലും മിർസ അഫ്സൽ യൂനുസ് സക്കറിയ എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയയിലും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ കാര്യം തുറന്ന് പറയാലോ. നമ്മൾ സംഭവം ഭയങ്കര കോമഡി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ആർക്കും. അതൊക്കെ നേടിയിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സൊക്കെ ആയിട്ട് ഇവിടെ കിടന്നിട്ട് സ്വന്തം നാട്ടുകാരെയും അല്ലാതെയും ഒക്കെ കുറ്റം പറയുന്നതും വേളി കാണിക്കുന്നതൊക്കെ നോക്കണ്ട. അതൊക്കെ ഒരു താൽക്കാലിക അഹങ്കാരങ്ങളാണ്. നമ്മൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.